ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫ്രിൻഷാസ് വേൾഡ്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ ഗൈസ്. അതായത് സർപ്രൈസ് കൊടുക്കാൻ, ഹസ്ബൻഡിന് സർപ്രൈസ് കൊടുക്കാൻ പോയിട്ട് എട്ടിൻ്റെ പണി വാങ്ങിയ ഒരു ഭാര്യ. അതാണ് നമ്മളുടെ ഇന്നത്തെ സംഭവം. എല്ലാവർക്കും അറിയാം, നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എന്തായാലും അറിയാം, ഞാൻ ഒരു 1 ഇയർ ആകാനായിട്ടുണ്ട്. ഒരു 9 ഡേയ്സിന് വേണ്ടി ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, മക്കളൊന്നും കൊണ്ടുപോകാണ്ട് ഹസ്ബൻഡിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ബ്രദറും ഫാമിലിയും ഒക്കെ അവിടെ ഉള്ളതുകൊണ്ട് ബ്രദറിൻ്റെ വൈഫിനോടാണ് ഞാൻ എല്ലാ വിവരങ്ങളും പറഞ്ഞ് ആളാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി സർപ്രൈസൊക്കെ കൊടുത്തിരുന്നു. ആ വീഡിയോ ഒക്കെ ഞാൻ നമ്മളുടെ ചാനലിൽ ഇട്ടിരുന്നു. അങ്ങനെ ഇന്നിപ്പം ഞാൻ നമ്മളുടെ ഫോണിൻ്റെ മെമ്മറിയൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് ഇങ്ങനെ വരുമ്പോണ്ട് ഒരു 2-3 ചെറിയ ക്ലിപ്സ് കിടക്കുന്നത്. അപ്പം അത് നോക്കിയപ്പോഴാണ് ഇത് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിട്ടില്ലെങ്കിൽ മോശമല്ലേ ഗൈസ്. അപ്പം അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പം എന്നെപ്പോലെ ഹസ്ബൻഡിന് സർപ്രൈസ് കൊടുത്തിട്ട് പണി വാങ്ങിയ ഭാര്യമാരുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഹിയർ, ഓക്കെ? അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾ പോയി കാണും, ഓക്കെ ഗായ്സ്? നിൽക്ക് പോവല്ലേ. അന്ന് ഞാനിവിടുന്ന് ചെന്ന് അത് സർപ്രൈസ് കൊടുത്ത സംഭവം ഒന്ന് ചെറുതായി പറയാം. ഞാൻ അന്ന് രാവിലെ 8 മണിക്കായിരുന്നു തോന്നുന്നുണ്ട് എൻ്റെ ഫ്ലൈറ്റ്. അങ്ങനെ ഞാനിവിടുന്ന് പോയി അവിടെ ഒരു 11:30-12 മണിക്ക് മുൻപായിട്ട് പുറത്തിറങ്ങി. അപ്പോൾ എന്നെ ലുലുമോള് നാത്തൂൻ ആണ് പിക്ക് ചെയ്യാൻ വന്നത്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ചോദിച്ച് ഷാനുക്ക എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ എന്തെങ്കിലും അപ്പോൾ ഒരു പേപ്പർ കൊണ്ടുതരാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ആളെവിടെ മീറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ലുലു പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കുറച്ച് വണ്ടിയിൽ തന്നെ ഇരുന്നിട്ടാ, പുറത്തൊന്നും ഇറങ്ങിയില്ല. ഇക്കാനെ വെയിറ്റ് ചെയ്തിരുന്ന ലുലു ഇക്കാനെ വിളിച്ച്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാനേ മറന്നു. ഇക്കാക്ക് സർപ്രൈസ് ആക്കുന്നതും രംഗമൊക്കെ മൈൻഡിലുണ്ട്. പക്ഷെ ഇതൊക്കെ വീഡിയോ എടുക്കണം എന്നുള്ള ചിന്ത വിട്ടുപോയി. കാരണം മൊത്തം എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇക്കൊരിക്കലും എന്നെ പ്രതീക്ഷിക്കണില്ല. പോരാത്തതിന് മക്കളെ വിളിച്ചപ്പോൾ മക്കൾ പറഞ്ഞു, വാപ്പ 2-3 തവണ വിളിച്ചിരുന്നു. അപ്പോൾ ഉമ്മച്ചി ബാങ്കിൽ പോയി ഫോൺ എടുക്കാൻ മറന്നെന്നൊക്കെ വാപ്പാട് പറഞ്ഞെന്ന് പിള്ളേർ പറയുകയും ചെയ്തു. അപ്പോൾ എന്തായിരിക്കും ഇക്കടെ ഫീൽ എന്നുള്ളതൊക്കെ ഇതിൽ ഇങ്ങനെ നടന്ന് വരുന്ന കണ്ടോടുകൂടി ഞാൻ ആകെ ടെൻഷനായി. എനിക്ക് ഫോണൊന്നും ഞാൻ എടുത്തില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇക്കടെ ഫസ്റ്റ് എക്സ്പ്രഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നതും വീഡിയോ എടുത്തതും. പിന്നെ എന്താണ്, ആളുടെ ഷോക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കക്ഷി എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു. അപ്പോൾ ആളുടെ മോള് അവിടെ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ദാർസേത്തിൽ. അപ്പം ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ലിയമോൾ എടുത്തിട്ട് വായോ, ഞാൻ അപ്പോഴേക്കും വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി വീട് മൊത്തം മലങ്കോലായിരിക്കും ഗൈസ്. അപ്പം തൽക്കാലം തട്ടിക്കൂട്ടാനൊക്കെ ആവും മൂപ്പര് നമ്മളോട് അങ്ങോട്ട് പൊക്കോളാൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ലിയമോളെ എടുത്തതിന് ശേഷം വീട്ടിലേക്ക് വന്നപ്പോൾ മൂപ്പര് ഒതുക്കി എന്നൊക്കെയാണ് പറയുന്നത്. ഒതുക്കിയതിന് ശേഷമുള്ള വീട് ഇപ്പം കാണിച്ചു തരാം കേട്ടോ ഞാൻ. ആള് പുകച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ പുകച്ച് നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇനിയുള്ള വിശേഷം കണ്ടോ, ഓക്കെ? അപ്പോൾ ഗൈസ്, വെൽക്കം ടു അവർ ഹോം. ഇതാണ് കേട്ടോ നമ്മളുടെ മസ്കറ്റിലത്തെ ഫ്ലാറ്റ്. ആള് പുകച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ടീപ്പോയ്മൽ. ആള് തൽക്കാലം ഒരു ചെറിയ ഒതുക്കലൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നിട്ടുള്ള വീടാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മളുടെ എന്താ പറയുക, ഡ്രസ്സൊക്കെ ഞങ്ങൾ പോയ അന്ന് മുതലുള്ളത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എന്നിട്ടിപ്പം ഞാൻ എത്തിയതിന് ശേഷം ആളിങ്ങോട്ട് പോകുന്നല്ലോ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഒരു ട്രിപ്പ് അലക്കാൻ ഇട്ടിട്ടുണ്ട്. 2 കൊട്ട ഫുള്ള് വാഷിംഗ് മെഷീനിൽ ഇരിക്കുന്നുണ്ട്. ആ റൂമിൽ ഹസ്ബൻഡ് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ അവിടെ കാണിക്കാഞ്ഞത്. ഇവിടെ ഇത് മക്കളുടെ റൂം. ഇവിടെ വലിയ കുഴപ്പമില്ല, എന്നാലും കുഴപ്പം തന്നെ എന്ന് പറയാം. എൻ്റെ കിച്ചൺ കിടക്കണ കോലം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ ഗൈസ്, എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു മക്കളെ. ഒതുക്കലും പൊടിയൊക്കെ തട്ടി തുടച്ച്
എല്ലായിടവും വൃത്തിയാക്കി അടിച്ച് തുടച്ച് മാറാലൊക്കെ ക്ലീൻ ചെയ്തു. എല്ലായിടവും സെറ്റാക്കി ഗൈസ്. ഇപ്പം ഇതെൻ്റെ വീടായി. ഇപ്പം എൻ്റെ വീട് പൊളിയായില്ല ഗൈസ്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഡ്രസ്സ് ചെയ്യാനുള്ളതൊക്കെ കംപ്ലീറ്റ് വാഷ് ചെയ്തു. എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായില്ല എൻ്റെ വീടിപ്പോൾ? അപ്പോൾ ഗായ്സ്, എനിക്ക് കിട്ടിയ 8ൻ്റെ പണി നിങ്ങൾ കണ്ടില്ലേ? 9 ദിവസത്തിന് ഹസ്ബൻഡിനെ കാണാൻ ചെന്നിട്ട് നല്ല പണിയായിരുന്നു ഗൈസ്, ഹെവി പണികൾ. എൻ്റെ ഫ്രണ്ട്സൊക്കെ സത്യത്തിൽ എന്നെ കളിയാക്കിയിരുന്നു. നീ സർപ്രൈസ് കൊടുക്കാൻ പോയിട്ട് സർപ്രൈസ് ആയത് ഹസ്ബൻഡാണോ നീയാണോ എന്ന് ചോദിച്ചു. അവർ പറയാ ഒരാളല്ല അവിടെ താമസിക്കണുള്ളൂ, ഈ വീട് മൊത്തം ഇങ്ങനെ അലങ്കോലാക്കിയിടും ഒരാളെന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ സത്യത്തിൽ കളിയാക്കി കൊല്ലായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇക്ക മാത്രമല്ല, ഇക്കാടെ ഫ്രണ്ട്സും വന്ന് നിൽക്കാറൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറയുന്നത് എന്തായാലും നമ്മളുള്ള പോലെ ആവില്ലല്ലോ നമ്മളില്ലാത്തപ്പോൾ നമ്മളുടെ വീടെന്ന് പറയുന്നത്. അങ്ങനെ അപ്പം എന്തായാലും ഞാൻ സർപ്രൈസ് ഒന്നും ആയില്ല, കാരണം എനിക്കറിയാലോ എൻ്റെ ഭർത്താവിനെ. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ജസ്റ്റ് പോയത്. എന്നാലും ചെന്ന് കണ്ടപ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടായി. നമ്മൾ നീറ്റാക്കി കൊണ്ട് നടക്കുന്ന നമ്മളെ വീടിങ്ങനെ അലങ്കോലായി കിടക്കണൊക്കെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ, അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, എനിക്കാനെ കണ്ട സന്തോഷത്തിൽ അതൊക്കെ മറന്നു. അപ്പം ഇതാണ് 8ൻ്റെ പണി കിട്ടിയ എൻ്റെ വീഡിയോ. ഇതുപോലെ പണികൾ കിട്ടിയ എന്താ പറയുക ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. Thank you for watching. Next video you may വീണ്ടും വരാം. Stay tuned on Afrincha's World. Bye bye. See you.